നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 1. വെള്ളി വിപണിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മാറ്റത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ വിപണി തുറന്നപ്പോൾ തന്നെ വെള്ളി വിലയിൽ വലിയൊരു കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായ ചില നാടകീയ സംഭവങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ നടത്തിയ ചില നീക്കങ്ങൾ വെള്ളി വിപണിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. നിലവിൽ കേരളത്തിലെ വിപണിയിൽ 1 കിലോ വെള്ളിക്ക് 3,20,000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. 1 ഗ്രാമിന് ഏകദേശം 320 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചെറിയ താഴ്ചയിൽ നിന്നിരുന്ന വെള്ളി വില ഒറ്റയടിക്ക് കിലോയ്ക്ക് 10,000 രൂപയോളം വർദ്ധിച്ചത് സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലും വെള്ളി വില ഔൺസിന് $94 എന്ന നിലവാരത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വെള്ളിയുടെ വില ഇങ്ങനെ കുതിക്കുന്നതെന്ന് ചോദിച്ചാൽ യുദ്ധം തന്നെയാണ് പ്രധാന വില്ലൻ. ഇറാൻ ഇസ്രായേൽ സംഘർഷം വഷളാകുന്നത് കണ്ട നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും മാറ്റുകയാണ്. ഇതിനെയാണ് നമ്മൾ സേഫ് ഹെവൻ അസറ്റ് എന്ന് വിളിക്കുന്നത്. സ്വർണത്തേക്കാൾ വേഗത്തിൽ വില മാറാൻ സാധ്യതയുള്ള ഒന്നാണ് വെള്ളി. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയൊരു ലാഭം പ്രതീക്ഷിക്കുന്നവർ വെള്ളിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇറാൻ വിഷയത്തിന് പുറമെ അമേരിക്കയുടെ പുതിയ നികുതി നയങ്ങളും വിപണിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ വെള്ളി വിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ജനുവരി മാസത്തിൽ വെള്ളി വില 3.5 ലക്ഷം രൂപ വരെ എത്തി റെക്കോർഡിട്ടിരുന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ വില കുറഞ്ഞിരുന്നെങ്കിലും മാർച്ച് 1 ആയപ്പോഴേക്കും വിപണി വീണ്ടും പഴയ റെക്കോർഡുകളിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ വെള്ളി വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വില വളരെ വേഗത്തിൽ കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വലിയൊരു തുക നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വിപണിയിലെ ഓരോ വാർത്തകളും വിലയെ ബാധിക്കും. ഉദാഹരണത്തിന് ഇറാനിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയുണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ വെള്ളി വില. ഇലക്ട്രിക് വാഹനങ്ങളുടെയും സോളാർ പാനലുകളുടെയും നിർമ്മാണത്തിന് വെള്ളി അത്യാവശ്യമായതിനാൽ യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും വെള്ളിയുടെ ഡിമാൻഡ് കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപമായി വെള്ളിയെ കാണുന്നവർക്ക് ഈ വിലക്കയറ്റം വലിയൊരു അവസരം കൂടിയാണ്. പക്ഷെ വിപണിയിലെ ലാഭമെടുപ്പ് എപ്പോൾ വേണമെങ്കിലും വിലയിൽ ഒരു തിരുത്തൽ വരുത്താം എന്ന കാര്യവും മറക്കരുത്. ചുരുക്കത്തിൽ മാർച്ച് മാസത്തിന്റെ തുടക്കം തന്നെ വെള്ളി വിപണിയിൽ ഒരു മാനിക് മൺഡേ അഥവാ ഒരു വലിയ തരംഗത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. വിപണിയിലെ ഓരോ മാറ്റങ്ങളും കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കായി ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഞങ്ങളാർക്കും നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നില്ല. ഓഹരി അല്ലെങ്കിൽ കമ്മോഡിറ്റി വിപണിയിലെ നിക്ഷേപങ്ങൾ വലിയ നഷ്ടസാധ്യതയുണ്ട്. നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നന്ദി.